2024 LDC മാത്സിൽ കൊല്ലം ജില്ലയിൽ ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ഫീഡിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്നുകിൽ ഇപ്പോൾ കാണാൻ ഫുള്ള് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ പരിഗണിക്കുക. സോ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു ബഹുഭുജത്തിൻ്റെ ഉള്ളിലുള്ള കോണുകൾ, സപ്പോസ് ഇത് ഒരു ബഹുഭുജമാണ് അല്ലേ, ചതുരം ഒരു ബഹുഭുജമാണ്. അപ്പം ഈ ഉള്ളിലുള്ള കോണുകളുടെ തുക കാണാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം. വശങ്ങളുടെ എണ്ണം കൂടി റിലേറ്റ് ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്താണ്? n/2 × 180 ഡിഗ്രി എന്നുള്ളതാണ് എന്ത്, ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത്. n/2 × 180 ഡിഗ്രി. അപ്പോൾ അതേപോലെ ഇതിൻ്റെ പുറം കോണ്, ബാഹ്യ കോണ്, എക്സ്റ്റീരിയർ ആംഗിളിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതായത് പുറം കോണ് എന്ന് പറയുന്നത് എന്തായാലും 360 ഡിഗ്രി ആയിരിക്കും. ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക, അതായത് ഈ 360 ഡിഗ്രി എന്ന് പറയുന്നത് അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങ്, അതായത് n-2 × 180 ഡിഗ്രി എന്നുള്ളതിൻ്റെ 2 മടങ്ങ്. അതാണ് എന്ത്, ഈ പറയുന്ന 2 എന്ന് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം 360 / 2 = n-2 × 180 ഡിഗ്രി. അപ്പം എന്താവും, 180 = n-2 × 180, 1 = n-2, n = 3 ആണ് എന്ത് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ ഇതേപോലെ ഈ ക്വസ്റ്റ്യനിൽ LDCയിൽ ഈ കൊല്ലം ഈ ജില്ലയിൽ തന്നെ ഇതേ സെക്ഷനിൽ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതായതാണ് 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക. ഞാൻ മുകളിൽ പറഞ്ഞ ഈ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. വശങ്ങളുടെ എണ്ണം എന്താണ് മുകളിൽ തന്നിട്ടുണ്ട്, n എന്ന് പറയുന്നത് 12 ആണ്. അകക്കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n-2 × 180 ഡിഗ്രി. അപ്പം 12 - 2 × 180 ഡിഗ്രി 10 × 150 എന്ന് പറയുന്നത് 1800. ഓക്കെ, 1800 ഡിഗ്രിയാണ് ആൻസർ വരിക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 258 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിൻ്റെ വർഗമാണ് 2500? 2500 എന്ന് പറയുന്നത് എത്രാമത്തെ, ഇതിൻ്റെ റൂട്ട് എന്താണ്, 50 ആണ്. അപ്പം 2, 5, 8, etc. എന്ന് പറഞ്ഞു പോകുന്ന ഒരു സമാന്തര ശ്രേണിയിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 50 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്താ ചെയ്യുക, xn = x1 + n-1 × d എന്ന് പറയുന്ന ഈ കേസിൽ xnൻ്റെ പ്ലേസിൽ 50 എന്നിട്ട് കൊടുക്കുന്നു. x1 നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്തായാലും 2 ആണ്, +n-1 × d എത്രയാണ്, 3 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക. 2 + 3n - 3 50 ഉണ്ട്, 3n - 1 = 50. അപ്പം എന്താണ്, 51 = 3n. അപ്പം n = 51/3 എത്ര, 17 ആണ് ആൻസർ വരിക. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് 8%. ഈ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നത് 25,000 രൂപ നിക്ഷേപിച്ച 2 വർഷത്തേക്ക് n എന്ന് പറയുന്നത് 2 ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന പലിശ എത്ര? കൂട്ടുപലിശ ആണ്. കൂട്ടുപലിശൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്, A = P × 1 + R/100 n. P എന്ന് പറയുന്നത് 25,000, 1 + R എന്ന് പറയുന്നത് 8. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 25,000 × 108/100 × 108/100. ഈ 0 കട്ട് ചെയ്ത് ഒരു 0 ഇവിടെയുള്ള 0. ഇപ്പം 25 × 108 × 100.8 ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ്. അപ്പം ഇതിൽ പറയുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പം ഈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ തന്നെ എഴുതുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. സോ അടുത്ത ക്വസ്റ്റ്യൻ, 2 × 1/2² ഇതെന്തൊക്കെ, 2 × 1/2² - 1 × 1/2² എത്രയാണ്? അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
2 into 2 4 4 plus 1 5/2 whole square minus 3/2 whole square 25/4 minus 9/4 25/4 minus 9/4 അപ്പോൾ എത്രയാണ് 75 × 4 100 മൈനസ് 36/16 ഈക്വൽ ടു 64/16 ഈക്വൽ ടു 4 ആണ് എന്ത് ആൻസർ വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 76ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. 1 into 2, 2 into 3, 3 into 4, 4 into 5, 5 into 6, എക്സെട്ര എക്സെട്ര അങ്ങനെ പറഞ്ഞു പോകുന്നതിൽ 10 പദങ്ങളുടെ തുക. അപ്പം വേറെ എക്സ് ഒന്നുമില്ല, ഇതൊക്കെ കണ്ടുപിടിച്ചാന്നുള്ളത് സിമ്പിൾ അല്ലേ. 1 into 2 2, 2 into 3 6, 3 4 12, 4 5 20, 5 6 30, 6 into 7 42, 42 കഴിഞ്ഞ് 7 into 8 56, 8 into 9 22, 90 110. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സമ്മ എത്രയാന്നുള്ളതാണ്, ചെയ്ത് നോക്കുമ്പം 2 + 6 + 12 + 20 + 30 + 42 + 56 + 72 + 90 + 110 ചെയ്യുമ്പം കിട്ടേണ്ട ആൻസർ 440 ആണ്. ചെക്ക് ചെയ്യുക, ആൻസർ ഇതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ചതുർഭുജത്തിലെ കോണുകളുടെ അംശബന്ധമാണ് തന്നിട്ടുള്ളത്. അതായത് 1x = 2x = 3x = 4x ആയാൽ വലിയ കോൺ എത്ര, അതായത് ഈ 4x എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഓൾറെഡി ഒരു ചതുർഭുജാണെന്നുള്ളത് കൊണ്ട് എല്ലാ കോണുകളുടെയും സമ്മ് എത്രയാണ് 360 ഡിഗ്രി ആണ് സമ്മ് വരാന്നുള്ളത് നമുക്കറിയാം. അപ്പം എന്താണ് x + 2x + 3x + 4x = എത്രയാണ് വരിക 4x = 360. 3 6 10 10x എന്ന് പറയുന്ന 360, x എന്ന് പറയുന്ന 36 ഡിഗ്രി. അപ്പം എക്സിന്റെ വാല്യൂ കിട്ടി. അപ്പോൾ വലിയ കോൺ എത്ര എന്നുള്ളത് 4 × x അല്ലെങ്കിൽ 4 × 36 എന്ന് പറയുന്നത് എത്രയാണ് 4 × 36 എന്ന് പറയുന്നത് 144 ആണ്. സോ ആൻസർ ഓപ്ഷൻ ഡി. 78 ഒരു സംഖ്യയോട് 1 കൂട്ടിയാൽ ഇതിന്റെ വർഗമൂലം 3 ആയാൽ സംഖ്യ ഏതാ? ഹൗ എന്തത് ഒരു സംഖ്യ എന്ന് പറയുന്നത് സപ്പോസ് x ആണ്, അതിനോട് 1 കൂട്ടി x + 1 കൂട്ടിയതിൻ്റെ വർഗമൂലം x + 1 അതിൻ്റെ വർഗമൂലം √x + 1 എന്ന് പറയുന്നത് 3 ആയ സംഖ്യ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫസ്റ്റത്തെ റൂട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ √x + 1 = എന്തോ 9 ആവും. x + 1 = 81, x = 80 ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും. സപ്പോസ് ആരം എന്ന് പറയുന്നത് റേഡിയസ് 2 മടങ്ങ്. ഓക്കെ, ഇത് പുതിയ ഒരു വൃത്തത്തിൻ്റെ 2r, അതിൻ്റെ ഉന്നതി എന്ന് പറയുന്ന ഹൈറ്റ് h' എന്ന് പറയുന്നത് എന്താണ് 3 മടങ്ങും 3h ആയാൽ വ്യാപ്തം എത്ര? ഒരു വൃത്തസ്തൂപിയുടെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ v' എന്ന് പറയുന്നത് 1/3 πr² ആണ്. അപ്പം ഈ സംഭവങ്ങൾ 2rഉം 3h ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുക. 1/3 × π × r² × 3h. ഓക്കെ, അപ്പം 1/3 π 4r² × 3h. അപ്പം 1/3 π 12 r²h. അപ്പോൾ 1/3 × 12 πr²h. 12 πr²h. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് 12 മടങ്ങാണെന്നല്ലേ. അതായത് 12 × 1/3 πr²h. ഈ πr²h എന്നാണ് ഓൾറെഡി എന്താണ് v ആണ്. അപ്പം 12 മടങ്ങായിരിക്കും ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് തന്നിട്ടുള്ളത് ശരിക്കും ഇവിടെ 260 നൈനും. അപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റാണെന്നുള്ളത് കൊണ്ട് ഒരു ചിത്രത്തിൽ കാണുന്നതിൽ ഈ ചാപത്തിൻ്റെ ആംഗിൾ AOB എന്ന് പറയുന്നത് 100 ഡിഗ്രി ആയാൽ ആംഗിൾ ACB എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആംഗിൾ ACB ഒന്നുമില്ല, ഇതിൻ്റെ പകുതി ആയിരിക്കും. അതായത് ആംഗിൾ ACB = 1/2 × ആംഗിൾ AOB. അപ്പോൾ എത്ര 1/2 × 100 = 50 ഡിഗ്രി. ഓപ്ഷൻ ബി. ഓക്കെ, സോ ബൈ.